YRF സ്പൈ യൂണിവേഴ്സിൽ വന്ന ആറാമത്തെ ചിത്രമായ വാർ 2 കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. വലിയ കഥയോ ലോജിക്കോ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇതൊരു ടൈം പാസ് ആക്ഷൻ ഫിലിമായിട്ടാണ് തോന്നിയത്. സിനിമ മുന്നോട്ട് പോകുന്തോറും ചിത്രത്തിൻ്റെ ആക്ഷൻ സീക്വൻസസ് കൂടുതൽ റെഡിക്യുലസ് ആൻഡ് ഓവർ ദി ടോപ്പായി മാറുന്നുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായി തോന്നിയത് കബീറായി വന്ന ഹൃത്തിക് റോഷൻ്റെ സ്ക്രീൻ പ്രസൻസും പിന്നെ ഇൻട്രൊഡക്ടറി സീനുമാണ്. പിന്നെ ഫ്ലാഷ് ബാക്കിൽ ജൂനിയർ NTRൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച ആ ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ പ്രകടനവും അടിപൊളിയായിരുന്നു. ജൂനിയർ NTRൻ്റെ ആക്ഷൻ സീക്വൻസസ് എല്ലാം തന്നെ ഓവറായിരുന്നു. പിന്നെ ഈ ക്യാരക്ടർ മരിക്കാത്തതുകൊണ്ട് ഭാവിയിലെ സ്പൈ യൂണിവേഴ്സ് സിനിമകളിൽ നമുക്ക് സജീവമായിട്ട് ഇയാളെ കാണാൻ സാധിക്കും. പ്രീതം കമ്പോസ് ചെയ്ത ഗാനങ്ങൾ ശോകമായിരുന്നു. 2 കിടിലൻ ഡാൻസേഴ്സിനെ കയ്യിൽ കിട്ടിയിട്ടും നാട്ട് പോലത്തെ ഒരു അടിച്ചുപൊളി പാട്ട് വിത്ത് ഡാൻസ് ബാറ്റിലൊന്നും ഉൾപ്പെടുത്താണ്ട് ഏതോ ഒരു കന്നി പാട്ടിൽ ഇവരുടെ ഡാൻസ് ചെയ്ത് ഒതുക്കിയത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അയാൻ മുഖർജി ഒരു YRF എംപ്ലോയിനെ പോലെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്, വിത്തൗട്ട് എനി ക്രിയേറ്റിവിറ്റി. നീലക്കുരിഞ്ഞു പൂക്കുന്ന പോലെ വല്ലപ്പോഴുമാണ് ഒരു ഹൃത്തിക് റോഷൻ സിനിമ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഹൃത്തിക്കിൻ്റെ അടുത്ത സിനിമ ക്രിഷ് 4 ആണ്. അത് വരാൻ എന്തായാലും ഒരു 3-4 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുവരേക്കും ഈ പരസ്യങ്ങളിലും അല്ലറ ചില്ലറ ക്യാമിയോസിലൊക്കെ ഹൃത്തിക്കിനെ കാണാനുള്ള നിർവാഹമേ നമുക്കുള്ളൂ.